Hi children, welcome to our channel Learn, Think and Grow. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 2 പ്രകാശം പരത്തുന്നവർ. ഗുരുപ്രസാദം. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ആത്മകഥയായ എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്ന ഗ്രന്ഥത്തിൽ നിന്നെടുത്ത ഭാഗമാണ് പാഠഭാഗം. കഥകളിയെ ജീവിതവും ജീവിതത്തെ കഥകളിയുമാക്കി മാറ്റിയ കലാകാരനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രം കൈമുതലായുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കഥകളി അഭ്യസിച്ച് കലാരംഗത്ത് പ്രകാശഗോപുരമായി മാറിയ അദ്ദേഹം പൂതന കൃഷ്ണൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഗുരുപ്രസാദം. വീട്ടിൽ വന്ന് ഉദ്ദേശം 2 മാസം കഴിഞ്ഞപ്പോൾ വാരണക്കോട്ടേക്ക് മഹാകവി വള്ളത്തോളിന്റെ എഴുത്തു വന്നു. വാരണക്കോട് എന്നത് മലബാറിലെ പ്രശസ്തമായ ബ്രാഹ്മണ കുടുംബമാണ്. കലാമണ്ഡലം ഉടനെ തുടങ്ങുകയാണെന്നും കൃഷ്ണനെ അങ്ങോട്ട് ഉടനെ അയക്കണമെന്നും അവിടെ എത്തിയാൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. ഇക്കാര്യം എഴുന്നള്ളിയിടത്തുനിന്ന് തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കൽപ്പന പോലെ എന്നു വേണമെങ്കിലും പോകാം, ഞാൻ പറഞ്ഞു. എന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ പോകണം. റാൻ എന്നാൽ ആചാരഭാഷയിൽ സമ്മതമറിയിക്കലാണ്. നീ പോയി വേണ്ട പോലെ പഠിച്ച് നല്ല നിലയിലായി കാണാൻ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. എല്ലാം അവിടുത്തെ അനുഗ്രഹം പോലെ. നീ ഈ വിവരം ചന്തുപണിക്കരോട് പറഞ്ഞോ? അന്ന് ചിറയ്ക്കൽ കടലാടി വച്ച് വള്ളത്തോൾ എന്നോട് കലാമണ്ഡലത്തിൽ പഠിക്കാൻ ചെല്ലാൻ പറഞ്ഞ കാര്യം അന്നു തന്നെ ഗുരുനാഥനോട് പറഞ്ഞിരുന്നു. പിന്നെ അദ്ദേഹത്തെ കാണുവാൻ കഴിഞ്ഞില്ല. എങ്കിൽ വീട്ടിൽ ചെന്ന് ചന്തുവിനോട് പറഞ്ഞിട്ട് വേണം പോകാൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഗുരുനാഥന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഓലമേഞ്ഞ ഒരു ചെറിയ വീടാണ്. തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. സ്റ്റേഷൻ കഴിഞ്ഞുള്ള മൈതാനത്തിന്റെ ഒരു വശത്താണ് വീട്. ഇത്രയും വിവരങ്ങളെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം ഗുരുനാഥനെ കാണാൻ പോവുകയാണെന്ന് അമ്മയോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഞാൻ യാത്രയായി. തൃക്കരിപ്പൂർ സ്റ്റേഷനിലേക്ക് തീവണ്ടിയിൽ പോയി. മൈതാനത്തിൽ ഇറങ്ങി പലരോടും അന്വേഷിച്ച് വീട് കണ്ടുപിടിച്ചു. വീട്ടിലേക്കു കടന്നു ചെല്ലുന്ന വഴിക്ക് ആദ്യം ഒരു ചായക്കടയാണ് കണ്ടത്. വീട്ടിൽ ചെന്നപ്പോൾ ഗുരുനാഥന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഗുരുനാഥൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. നീ എവിടുന്നാ വരണേ? അവർ ചോദിച്ചു. ഞാൻ വാരണക്കോട്ട് നിന്നാണ് വരുന്നത്. ഞാനൊരു ചെറിയ കഥകളിക്കാരനാണ്. ചന്തുപ്പണിക്കരാശാനാണ് എൻ്റെ ഗുരുനാഥൻ. ഇതാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് ഒരാൾ പറഞ്ഞു തന്നു. അതാണ് ഇങ്ങോട്ട് വന്നത്. ഓഹോ, എന്നാൽ അദ്ദേഹം ആ ചായക്കടയിലുണ്ട്. ഞാൻ ചായക്കടയിലേക്ക് ചെന്നു. ഗുരുനാഥൻ ചായ കുടിക്കാൻ അവിടെ പോയതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്നെ ആകെ തളർത്തിക്കളഞ്ഞു. കഥകളി വേഷക്കാരൻ എന്ന നിലയ്ക്കും ആചാര്യൻ എന്ന നിലയ്ക്കും അദ്വിതീയനായ പ്രശസ്തനായ ആ ഗുരു ചന്തുപ്പണിക്കർ ചായക്കടയിലിരിക്കുന്ന വഴിപോക്കർക്ക് ചായ കൂട്ടിക്കൊടുക്കുന്നതും കുടിച്ചു കഴിഞ്ഞ പാത്രം സ്വയം കഴുകി വൃത്തിയാക്കി വീണ്ടും ചായ ഉണ്ടാക്കി കൊടുക്കുന്നതും ഡെസ്ക് തുടയ്ക്കുന്നതുമാണ് ഞാൻ കണ്ടത്. ആ കാഴ്ച കണ്ട് ഞാനൊന്നും സംസാരിക്കാൻ ശക്തിയില്ലാതെ അന്തം വിട്ടുനിന്നു. അപ്പോഴാണ് നീ എപ്പോഴാ വന്നത് എന്ന ആശാന്റെ ചോദ്യം കേട്ടത്. അപ്പോഴും എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. എന്റെ മനസ്സിൽ കിടന്നു തിങ്ങിയ വികാരം അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നീ വീട്ടിൽ പോയി വല്ലതും കഴിച്ച് അവിടെ ഇരിക്ക്. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വന്നേക്കാം.
അദ്ദേഹത്തിന്റെ ഒരു മകൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അവരോടായിട്ട്, നീ ഇവനെ കൂട്ടി വീട്ടിൽ ചെന്ന് ആഹാരം എന്തെങ്കിലും കൊടുക്കൂ എന്നും പറഞ്ഞു. ഗുരുനാഥന്റെ ഭാര്യ ചോറ് വിളമ്പി എന്റെ മുമ്പിൽ കൊണ്ടുവച്ചു. എനിക്കിപ്പോൾ ഒന്നും കഴിക്കണ്ട, ഞാൻ പറഞ്ഞു. എന്റെ കണ്ണിൽ കൂടി കണ്ണീർ ഒലിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ വന്നു. എന്നെ കണ്ടപ്പോൾ, നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നു മാത്രം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിനു കാര്യം മനസ്സിലായി. ഒരു തത്വജ്ഞാനിയുടെ മട്ടിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, മനുഷ്യനായി കർമ്മഭൂമിയിൽ ജനിച്ചാൽ കർമ്മം ചെയ്യണം. ഇന്നു ഞാൻ ചെയ്യുന്നത് ഒരു കർമ്മമാണ്. അതു വിധിയാണ്. വിധിയുടെ കൽപ്പന മാറ്റാൻ ആരാലും സാധ്യമല്ല. വാരണക്കോട്ട് നിന്ന് വന്നതിനു ശേഷം മറ്റു ജീവിതമാർഗമൊന്നും കണ്ടില്ല. ഇങ്ങനെ ഒരു ഉപായമാണ് തോന്നിയത്. അതു വിധികൽപ്പിതമല്ലേ? 12 കൊല്ലക്കാലം താഴേക്കാട്ടുമനയിൽ ഗുരുനാഥനായ ഈശ്വരമേനോന്റെ കീഴിൽ ഞാൻ അഭ്യാസം നടത്തി. അദ്ദേഹം സന്തുഷ്ടനായി എന്നെ അനുഗ്രഹിച്ചാണ് പറഞ്ഞയച്ചത്. ഈ നാട്ടിലാണെങ്കിൽ കഥകളിയില്ല. കഥകളിയല്ലാതെ മറ്റൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? തളിപ്പറമ്പിലും വാരണക്കോട്ടും ഞാൻ കഥകളി പഠിപ്പിച്ചു. കുറെ ശിഷ്യന്മാരുമുണ്ടായി. അവരുടെയും ഗതി മിക്കവാറും ഇതുതന്നെയാണ്. വടക്കേ മലബാറിൽ കഥകളി കൊണ്ട് മാത്രം ജീവിക്കുവാൻ പ്രയാസമാണ്. അതാണ് ഇപ്പോൾ ഈ ചായക്കട തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ കുറെ അധിക നേരം അദ്ദേഹം സംസാരിച്ചു. സംസാരമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 3 മണിയായി. അപ്പോഴാണ് ഞാൻ വന്ന കാര്യം ഗുരുനാഥനോട് പറഞ്ഞത്. കലാമണ്ഡലത്തിലേക്ക് മഹാകവി വിളിച്ച കാര്യം അന്ന് ചിറക്കൽ വച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അവിടുന്ന് എഴുത്തു വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞു പോകാനാണ് എഴുന്നള്ളിയേടത്തുനിന്റെ കൽപ്പന. ഗുരുനാഥന്റെ അനുവാദവും ആശീർവാദവും വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. കുറച്ചു നേരത്തേക്ക് അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. തെല്ലുനേരം കഴിഞ്ഞ്, ആ പോയി നീയെങ്കിലും നന്നായി വാ. എനിക്ക് വളരെ ശിഷ്യന്മാരുണ്ടെങ്കിലും നീയാണെന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അന്നു നിന്റെ കാല് പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇത്രയും കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹം എന്നെ അടുത്തു പിടിച്ചു നിർത്തി കണ്ണു തുടച്ചിട്ട്, കരയണ്ട, ഞാനന്ന് പറഞ്ഞതുപോലെ മോരിലെ വെണ്ണ കണക്ക് നീ എന്നും കഥകളിയുടെ മുകളിൽ തന്നെ കിടക്കും. നീ പ്രശസ്തനായി വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എന്നെ അനുഗ്രഹിച്ച ശേഷം ഗുരുനാഥൻ പറഞ്ഞു, നീ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വിഷമിക്കണ്ട. കാനായിൽ വേങ്ങയിൽ നായനാരുടെ വക ഒരു അഭ്യാസ കളരി തുടങ്ങുന്നുണ്ട്. അതു നടത്തുന്നതിന് എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കർണാകർണകിയ ഞാൻ അറിഞ്ഞു. കർണാകർണകിയ എന്നാൽ ഒരു ചെവിയിൽ നിന്നും മറ്റൊരു ചെവിയിലേക്ക് പലരായി പറഞ്ഞറിഞ്ഞു എന്നാണ് അർത്ഥം. പലരായി പറഞ്ഞറിയുക. അതു നടത്തുന്നതിന് എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് കർണാകർണകിയ ഞാൻ അറിഞ്ഞു. അതടുത്തു തന്നെ തുടങ്ങും. അപ്പോൾ എന്റെ ഇപ്പോഴത്തെ വിഷമങ്ങളെല്ലാം തീരും. നീ സന്തോഷത്തോടെ പൊയ്ക്കൊള്ളൂ. ഗുരുനാഥനോടും ഭാര്യയോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. അദ്ദേഹം പടിക്കൽ വരെ എന്റെ കൂടെ വന്നു. ഞാൻ മറയുന്നതുവരെ അദ്ദേഹം നിർനിമേഷനായി അവിടെ നോക്കി നിന്നിരുന്നു. ആ രംഗം ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. നിർനിമേഷനായി എന്നാൽ കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കുന്നതിനാണ് നിർനിമേഷനായി അവിടെ നോക്കി നിന്നിരുന്നു എന്ന് പറയുന്നത്. എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. കലാമണ്ഡലം, കൃഷ്ണൻ നായർ. കലാമണ്ഡലത്തിൽ പഠിക്കാൻ മഹാകവി വള്ളത്തോളിൽ നിന്നും ക്ഷണം ലഭിച്ച ശേഷം തന്റെ ഗുരുവായ ചന്തുപണിക്കരെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ പോയതായിരുന്നു കൃഷ്ണൻ നായർ. അങ്ങനെ ഗുരുവിനെ തേടി വീട്ടിലേക്ക് യാത്ര തിരിച്ച അദ്ദേഹം എത്തിയത് ഒരു ചായക്കടയിലാണ്. അവിടെ ജോലി ചെയ്യുന്ന ചന്തുപണിക്കരുടെ കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ് കൃഷ്ണൻ നായർ കാണുന്നത്. അത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ തളർത്തി. തന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വിഷമിക്കേണ്ട എന്ന് ചന്തുപണിക്കർ കൃഷ്ണൻ നായരോട് പറയുകയും മനസ്സു നിറഞ്ഞ് തന്റെ ശിഷ്യനെ അനുഗ്രഹിച്ചു പറഞ്ഞയക്കുകയും ചെയ്യുന്നതാണ് ഈ പാഠഭാഗം.
വായിക്കാം, കണ്ടെത്താം. എന്റെ കണ്ണിൽ കൂടി കണ്ണീർ ഒലിക്കുന്നുണ്ടായിരുന്നു. ഈ കണ്ണീരിന്റെ കാരണമെന്താണ്? എന്തുകൊണ്ടാണ് കൂട്ടുകാരെ കൃഷ്ണൻ നായർ കരഞ്ഞത്? കൃഷ്ണൻ നായർ ഗുരുവിനെ കണക്കാക്കിയിരുന്നത് ഈശ്വരനു തുല്യമായാണ്. അദ്വിതീയനായ അദ്ദേഹത്തെ ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കണ്ടപ്പോൾ ശിഷ്യന്റെ മനസ്സു തകർന്നുപോയി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ കാഴ്ച കണ്ട് ഞാൻ ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാതെ അന്തം വിട്ടു നിന്നുപോയി. കൃഷ്ണൻ ചന്തുപ്പണിക്കരെ ചായക്കടയിൽ വച്ച് കണ്ടുമുട്ടുന്ന രംഗം സ്വന്തം ഭാഷയിൽ കൂട്ടുകാരോട് പറയൂ. ഗുരുവായ ചന്തുപ്പണിക്കരെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിനായി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയ കൃഷ്ണനോട് ഗുരു ചായക്കടയിൽ പോയതാണെന്ന് ഭാര്യ പറഞ്ഞു. കൃഷ്ണൻ ചായക്കടയിലേക്ക് പോയി. അവിടെ കണ്ട കാഴ്ച കൃഷ്ണനെ വളരെയധികം വേദനിപ്പിച്ചു. പ്രശസ്തനായ തന്റെ ഗുരു ചന്തുപ്പണിക്കർ ചായക്കടയിലിരിക്കുന്ന വഴിപോക്കർക്ക് ചായ കൂട്ടിക്കൊടുക്കുന്നു. കുടിച്ചു കഴിഞ്ഞ പാത്രം സ്വയം കഴുകി വൃത്തിയാക്കുകയും ഡെസ്ക് തുടയ്ക്കുകയും ചെയ്യുന്നു. ആ കാഴ്ച കണ്ട് കൃഷ്ണൻ ഒന്നും മിണ്ടാൻ കഴിയാതെ അമ്പരന്നു നിന്നു. മനുഷ്യനായി കർമ്മഭൂമിയിൽ ജനിച്ചാൽ കർമ്മം ചെയ്യണം. ഇന്നു ഞാൻ ചെയ്യുന്നത് കർമ്മമാണ്. ചന്തുപ്പണിക്കരുടെ ജീവിതം നിങ്ങൾ കണ്ടല്ലോ. ചന്തുപ്പണിക്കരെ കുറിച്ച് മറ്റെന്തെല്ലാം കാര്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്താം? 12 വർഷക്കാലം ഗുരുനാഥന്റെ കീഴിൽ കഥകളി അഭ്യസിച്ച അദ്വിതീയ കലാകാരനാണ് ചന്തുപ്പണിക്കർ. കഥകളി കൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിലും കഥകളിയെ അദ്ദേഹം വളരെയധികം സ്നേഹിക്കുന്നു. ഏതു തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ടെന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. ചായക്കടയിലെ ഗുരുവിന്റെ നിൽപ്പ് കണ്ട് മനസ്സു തകർന്ന തന്റെ പ്രിയ ശിഷ്യനോട് ഇപ്പോഴത്തെ അവസ്ഥ താൽക്കാലികമാണെന്നും താൻ കലയിലൂടെ ഇനിയും ഉയരുമെന്നും അദ്ദേഹം പറയുന്നു. ഈ വാക്കുകളിലൂടെ അദ്ദേഹത്തിലെ ശുഭാപ്തി വിശ്വാസമാണ് പ്രകടമാകുന്നത്. ശിഷ്യനെ ഹൃദയം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഗുരുവിനെയും ഇവിടെ കാണാം. കലാമണ്ഡലം കൃഷ്ണൻ നായർ. ഈയൊരു വിദ്യ വശത്താക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കിനി കണ്ണേ വേണ്ട. അത് പറയുമ്പോൾ ആ യുവാവിന്റെ കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞിരുന്നു. നടനരംഗത്തെ കുലപതിയായ ഗുരു ഗോപിനാഥിനടുക്കൽ കണ്ണുസാധകം പഠിക്കാനെത്തിയതായിരുന്നു അയാൾ. നിരന്തരമായ സാധകത്തിനൊടുവിൽ കണ്ണു രണ്ടും തുടുത്തുവീങ്ങി. സാധകമെന്നാൽ ആവർത്തിച്ചുള്ള പരിശീലനമാണ്. കണ്ണുകൊണ്ടുള്ള ആവർത്തിച്ചുള്ള പരിശീലനം കാരണം കണ്ണു രണ്ടും തുടുത്തുവീങ്ങി. വേദന അസഹ്യമായി. പരിശോധിച്ച ഡോക്ടർ ഈ സാധകം നിർത്തിയില്ലെങ്കിൽ ഒടുവിൽ കണ്ണുണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോഴായിരുന്നു ആ പ്രതികരണം. എന്താണ് പറഞ്ഞത് ഡോക്ടറോട്? ഈ ഒരു വിദ്യ വശത്താക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കിനി കണ്ണേ വേണ്ട. കഥകളിയെ ജീവിതവും ജീവിതത്തെ കഥകളിയുമാക്കിയ കലാമണ്ഡലം കൃഷ്ണൻ നായരായിരുന്നു ആ യുവാവ്. അവിസ്മരണീയമായ ആത്മബലത്തിന്റെ ഇതിഹാസ കഥയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രം കൈമുതലായുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കഥകളി എന്ന കലാരൂപത്തിന്റെ ഗിരിശൃംഗങ്ങൾ കീഴടക്കിയ കൃഷ്ണൻ നായർ കേരളീയ കലാരംഗത്ത് പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും ഇടയിലും തന്റെ ആത്മബലം കൊണ്ട് കഥകളി എന്ന കലാരൂപം അഭ്യസിക്കുകയും അതിന്റെ ഉന്നത സ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തു. 1914 മാർച്ച് 27 കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ജനനം. പുതിയടത്ത വീട്ടിൽ മാധവിയമ്മയുടെയും കാഞ്ഞിരങ്ങോട്ട് നാരായണൻ നായരുടെയും മകൻ. 4ാം ക്ലാസ് വരെ ഔദ്യോഗിക പഠനം മിത്രോദയം കലാലയത്തിലും തൃപ്പൂണിത്തുറ RLV ഫൈൻ ആർട്സ് സ്കൂളിലും തിരുവനന്തപുരം മാർഗയിലും അധ്യാപകൻ. 1970 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നെഹ്റുവിൽ നിന്ന് നാട്യരത്നം അവാർഡ്, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ, ഫെലോഷിപ്പുകൾ, മൈസൂർ രാജാവിൽ നിന്ന് സ്വർണ്ണ മെഡൽ, കൊച്ചി രാജാവിൽ നിന്ന് വീരശൃംഖല എന്നിവ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. പൂതനവേഷത്തിൽ അദ്വിതീയനായിരുന്ന കൃഷ്ണൻ നായർ പൂതനകൃഷ്ണൻ എന്ന പേരിൽ അറിയപ്പെട്ടു.
നളചരിതം ആട്ടപ്രകാരം, കോട്ടയം കഥകൾ ആട്ടപ്രകാരം, എന്റെ ജീവിതം അരങ്ങിലും അണിയറയിലും എന്നിവ അദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതികളാണ്. 1990 ഓഗസ്റ്റ് 15 നിര്യാതനായി. മോരിലെ വെണ്ണ കണക്ക് നീ എന്നും കഥകളിയുടെ മുകളിൽ തന്നെ കിടക്കും. കൃഷ്ണൻ നായർക്ക് ഗുരു നൽകിയ ആശീർവാദമാണിത്. ഈ ജീവചരിത്ര കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇത് യാഥാർത്ഥ്യമായോ എന്ന് പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക. കഥകളിയെ ജീവിതവും ജീവിതത്തെ കഥകളിയുമാക്കി മാറ്റിയ കലാകാരനാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രം കൈമുതലായുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. കഥകളി അഭ്യസിച്ച് കലാരംഗത്ത് പ്രകാശഗോപുരമായി മാറിയ അദ്ദേഹം പൂതനകൃഷ്ണൻ എന്ന പേരിലും അറിയപ്പെട്ടു. കഥകളിയുടെ ആധുനിക ചരിത്രത്തിൽ അനൽപമായ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. മോരിൽ വെണ്ണ കണക്കെ കഥകളിയുടെ മുകളിൽ എന്നും പൊങ്ങിക്കിടക്കട്ടെ എന്ന് ഗുരു ആശീർവദിച്ചതുപോലെ തന്നെ കൃഷ്ണൻ നായരുടെ ജീവിതത്തിലും സംഭവിച്ചു. നെഹ്റുവിൽ നിന്ന് നാട്യരത്നം അവാർഡ്, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമി അവാർഡുകൾ തുടങ്ങി അനേകം പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി. 1970 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.